ഇതിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ ഈ മണിച്ചേട്ടനും ജയറാമേട്ടനും ഓൾവേസ് ഫണ്ണാണ് നമുക്കറിയാം. അതിൽ ഈ മനുഷ്യേച്ചൊക്കെ അതിൽ ഇൻവോൾവ് ആയിട്ട് ചിരിച്ചിട്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിൽ ചിരി നിർത്താൻ പറ്റാതെ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഇല്ല, ഇത് ഈ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് തന്നെ തമാശകളൊന്നും പറയില്ല. അപ്പം എല്ലാവരും സീരിയസ് ആവും. ബാക്ക് ടു വർക്കാണ്. ബാക്കിയുള്ള ഇടവേളകളിലാണ് ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കുള്ള. അന്നൊന്നും ഇന്നത്തെ കാലത്തെ പോലെ എല്ലാവരും ഷോട്ട് കഴിഞ്ഞാൽ കാരവനിലേക്ക് പോയി മാറിയിരിക്കത്തില്ല. നമ്മളെല്ലാവരും മൊബൈലില്ല. അപ്പോൾ എല്ലാവരും നമ്മൾ ഒരുമിച്ചിരുന്നിട്ടാണ് ഓരോ ഷോട്ടിൻ്റെ ഇടവേളയിൽ. ഞാനും ക്യാമറമാനൊക്കെ ആയിരിക്കും കുറച്ച് തിരക്കിലുണ്ടാവുക. ബാക്കി ഇവരെല്ലാം വളരെ നല്ല രീതിയിൽ അതിനെ തമാശകൾ പറഞ്ഞ്, പ്രത്യേകിച്ചും മണിയും ജയറാമൊക്കെ ഉള്ളൊരു സെറ്റിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. എനിക്ക് ഓർമ്മ വരുന്നത് അവിടെ മറവത്തൂർ കനവിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ അവിടെ നടന്നിരുന്നു. അപ്പോൾ അന്ന് രാത്രിയിൽ നടക്കുന്ന ഫംഗ്ഷനിൽ ജയറാമും മണിയും കൂടെ ഒരു പ്രാങ്ക് പ്ലാൻ ചെയ്തു. അവർ തമ്മിൽ ഭയങ്കര വഴക്കിടുന്നതായിട്ടും അവസാനം അവർ അടിയുടെ വക്കത്തെത്തുന്നതിനപ്പോഴത്തേക്ക് ഈ പെൺകുട്ടികളെല്ലാം പേടിച്ച്, ഓർമ്മയുണ്ടല്ലോ, ഇവരെല്ലാം പേടിച്ച് കരയാൻ തുടങ്ങി. കാരണം അവർ തമ്മിൽ ഇപ്പോൾ അടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അത്ര സീരിയസ് ആയിട്ട് അവരൊരു ആക്ട് ചെയ്തു ആ പ്രാങ്ക്. അവസാനമാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ റൂമിലൊക്കെ പോകാമെന്നൊക്കെ പെൺകുട്ടികളുടെ അമ്മമാരൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. അങ്ങനെ ഒരുപാട് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു എന്താണ് എല്ലാവരും പറയുന്ന ഒരു ഫാമിലി വെക്കേഷനാണ്. സിയാദിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, അങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. ഈ കുട്ടികളോടൊപ്പം തന്നെ അവരെല്ലാം കളിച്ച് നടന്ന് ആഘോഷിച്ചൊരു ഞാനൊരിക്കലും ഒരു സിനിമ ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളൊരു സ്ട്രെസ് എനിക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഒരു റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത സിനിമയാണ്. ആ ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ് ഈ സിനിമയിൽ നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വിഷ്വൽസിനകത്ത്, അതിൻ്റെ പാട്ടുകൾ ചിത്രീകരിക്കുന്നതിനകത്തൊക്കെ നമ്മളെ ആ ഒരു നമ്മളുള്ള ആംബിയൻസ് നമ്മളെ വല്ലാതെ എപ്പോഴും ഹെൽപ്പ് ചെയ്യും. ഒട്ടും ടെൻഷനായിട്ടല്ല. ഞാൻ ചെയ്ത മറ്റ് സിനിമകളെ പോലെ ഒരു ഭയങ്കര പിരിമുറുക്കമുള്ള സീനുകളൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ എൻജോയ് ചെയ്താണ് നമ്മൾ. എൻ്റെ ആ ഡയറക്ടർ ബോബനായാലും കോസ്റ്റ്യൂമർ സതീഷിനായാലൊക്കെ അവരുടെയൊക്കെയും വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ഉള്ളത് നമ്മളുടെ ക്യാമറമാനുണ്ട് സഞ്ജീവ് ശങ്കർ. ഇന്നും ഈ റീമാസ്റ്റേർഡ് കോപ്പി കാണുമ്പോൾ അന്നത്തെ ആ ക്വാളിറ്റി അതിൻ്റെ ഏറ്റവും പൂർണ്ണതയിൽ നമുക്ക് വീണ്ടും ആസ്വദിക്കാൻ തിയേറ്ററിൽ കഴിയും. അതിൻ്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്കില്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബി സാറിനോടും രഞ്ജേട്ടനോടുമാണ് നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതിൽ അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പം ശരിക്കും ഈ സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതിൽ ഇപ്പോൾ അഭിരാമിയും ആമിയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ളൊരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പോൾ അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയുക, ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാതെ അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പോൾ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബി സാറിൻ്റെയും രഞ്ജേട്ടൻ്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബി സാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ ഈ കഥാപാത്രത്തിൻ്റെ ഞാൻ അറിഞ്ഞഭിനയിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമയെ കുറിച്ച്. 27 വർഷം കഴിഞ്ഞപ്പോൾ റീ റിലീസിൽ വരികയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം അത്രയും ഫൺ മോഡിൽ പോയ ഒരു മൂവിയായിരുന്നു സമന്വയം. അവസാനം വന്നപ്പോഴത്തേക്കും നമുക്ക് അത്രയും വേദനിപ്പിച്ചൊരു ക്യാരക്ടറാണ് നിരഞ്ജൻ. അപ്പം ലാലേട്ടൻ ഇതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഫോം ആയത്? ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇത് തമിഴിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തമിഴിൽ അതിൻ്റെ സ്ക്രിപ്റ്റ് ഒരുമാതിരി രൂപപ്പെട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. മലയാളത്തിലേക്ക് വന്നപ്പോൾ രഞ്ജിത്ത് തന്നെയാണ്. തമിഴിൽ ക്രേസി മോഹൻ എന്ന് പറയുന്നൊരു അവിടുത്തെ റൈറ്റർ ഡയറക്ടറാണ് അതിൻ്റെ ഡയലോഗ്സ് ഒക്കെ എഴുതുന്നത്. ജോൺ പോൾ ആയിരുന്നു അതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തത്. മലയാളത്തിലേക്ക് വന്നപ്പോൾ സിയാദ് ഇൻസിസ്റ്റ് ചെയ്തു രഞ്ജിത്ത് തന്നെ ഇത് എഴുതണമെന്നുള്ളത്. കാരണം രഞ്ജിത്തിന് മനസ്സിലാണ് കഥ പൂർണ്ണമായിട്ടുള്ളത്. രഞ്ജിത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ആണ് ഇത് എഴുതി തുടങ്ങിയത്. അപ്പോൾ ആദ്യത്തെ 2-3 ദിവസം നമ്മൾ പാട്ട് മാത്രമാണ് ഷൂട്ട് ചെയ്തത്. സ്ക്രിപ്റ്റ് റെഡിയായി വരാൻ വേണ്ടിയിട്ട്
എന്താണ് മാരിവില്യൻ പാട്ടൊക്കെയാണ് ആദ്യം എടുക്കുന്നത്. അപ്പോൾ എഴുതിയ ഒരു ഘട്ടം കഴിയുമ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ച് ഒരു പുതിയ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതിങ്ങനെ ക്ലൈമാക്സിൽ വരണം. ഈ രണ്ടുപേരിലും മുകളിൽ നിൽക്കുന്ന ഒരു ആക്ടർ അത് ചെയ്യണം. കാരണം ഇവരെക്കാളും കുറച്ചും കൂടെ എന്താണ് ഒരു പോപ്പുലാരിറ്റിയോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ എന്ന നിലയിൽ വരുന്ന ഒരാൾ വേണം എന്നൊക്കെ പറയുന്നൊരു മഞ്ജു ഈ രണ്ടുപേരെക്കാളും മുകളിൽ ഒരാളെ ഈ മാമി സ്നേഹിക്കുന്നുവെങ്കിൽ അത് അയാൾക്ക് ആ രീതിയിലുള്ള സ്റ്റാച്ചർ ഉണ്ടാവണമെന്നുള്ളൂ. അങ്ങനെ പല പേരുകൾ ആലോചിച്ചു. രഞ്ജനീകാന്ത് തുടങ്ങി, കമലഹാസൻ തുടങ്ങി ആലോചിച്ചു. പക്ഷേ എല്ലാവരും പറയുന്നത് നമ്മളെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിന് എന്ന് പറയുന്ന പോലെ ലാൽ ഇവിടെ ഉള്ളപ്പോൾ എന്തിനാണ് വേറെ ആളെ അന്വേഷിക്കുന്നതായി. അപ്പോൾ ലാലിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഈ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ലാലിനെ ആ സമയത്ത് ലാൽ ബാംഗ്ലൂരിൽ ഒരു മാസത്തെ ഒരു സുഖചികിത്സയൊക്കെ ആയിട്ടിരിക്കുകയായിരുന്നു. ഞാനും രഞ്ജിത്തും അവിടെ നേരിട്ട് പോയി ലാലിനടുത്ത് കാര്യം പറഞ്ഞു. അതിനെന്താ നിങ്ങളുടെ സിനിമയില്ലേ നമുക്ക് ചെയ്യാം എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ അത് തീർന്നു. 2 ദിവസമാണ് നമ്മൾ ചോദിച്ചത്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ലാൽ അന്ന് താടിയൊക്കെ വളർത്തി വളരെ ഈ ചികിത്സയുടെ ഭാഗമായിട്ട് വളരെ ഒരു വയസ്സ് ലുക്കിലേക്കൊക്കെ വന്നു. ലാൽ ഭയങ്കര ശാന്തനായ ഒരാളുടെ ലുക്കൊക്കെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലിനടുത്ത് പറഞ്ഞു ഇവിടുന്ന് നേരെ വന്ന് നമുക്ക് ഷൂട്ട് ചെയ്യാം, ഈ താടിയും പഠിക്കരുത്, ഇങ്ങനത്തെ കണ്ടീഷൻ തന്നെ വരാൻ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തത്. ആ ക്യാരക്ടറിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യാനായിട്ട് ആ ഒരു ലുക്ക് അല്ലെങ്കിൽ ലാലിൻ്റെ അപ്പോഴത്തെ ഒരു എന്താണ് ഒരു മുഖത്തിൻ്റെ ആ ഒരു ഭയങ്കര ഒരു പ്ലസൻറ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ ക്യാരക്ടറിനെ വല്ലാതെ ഹെൽപ്പ് ചെയ്തു. അപ്പം ലാലിലേക്ക് എത്തി എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ എത്തുന്നതിന് വരെയും ഒളിപ്പിച്ച് വെച്ചിരുന്നു. കാരണം ആ ഒരു സർപ്രൈസ് അങ്ങനെ തന്നെ കീപ്പ് ചെയ്തിരുന്നു. ആ സർപ്രൈസ് തിയേറ്ററിൽ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്തു. അതിനകത്ത് ഉള്ള ഒരു രഹസ്യം എന്ന് പറയുന്നത് അത് 2 സീനുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നു. ഈ മഞ്ജുവിനെ താലി കെട്ടിയ ശേഷമുള്ള മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോഴും ഇത്രയും അയാളെ സ്നേഹിച്ച ഒരാൾ പെട്ടെന്ന് മനസ്സ് മാറി വേറൊരാളെ കല്യാണം കഴിക്കുകയും അത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു 5-10 മിനിറ്റ് നീളമുള്ള ഒരു സീനുണ്ടായിരുന്നു. വീട്ടുകാരെല്ലാവരും കൂടെ മഞ്ജുവിനെ കൺവിൻസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വീണ്ടും മോഹൻലാൽ വരുന്ന ഒരു സീനൂടെ ഉണ്ടായിരുന്നു. ലാലിൻ്റെ ഒരു പ്രസൻസ് ഉള്ള ഒരു സീനുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒരു ബെഞ്ചിലിരുന്നിട്ട്. പക്ഷേ തിയേറ്ററിലെത്തി സിയാദ് ഫസ്റ്റ് ഡേ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. ഞാൻ ചെന്നൈയിലാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞിടോ ഇദ്ദേഹത്തിൻ്റെ തന്നെ തിയേറ്ററിൽ മൈമൂണിലത് കണ്ടിട്ട് പറഞ്ഞത് ഇത് ആ 2 സീനിൻ്റെ ആവശ്യമില്ല, ആൾക്കാർ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. കാരണം ലാല് മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ അവിടെ ഇരിക്കാൻ കാരണം ഇത്രയും വലിയ ഒരു ലെങ്തി സീൻ എൻ്റെ ഇടയിൽ നിൽക്കില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ തിയേറ്റർ മാത്രം ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ. കാരണം ഈ താലി കെട്ടി ബോധം കെട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷോട്ടിൽ കാണുന്ന മഞ്ജു റെയിൽവേ സ്റ്റേഷനിൽ നല്ല ചിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ്. ആ ഒരു ജമ്പ് ഉണ്ടാവുമെന്ന് നോക്കിയപ്പോൾ ഒരു ഷോയ്ക്ക് മാത്രം അത് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്ത് കണ്ട് അടുത്ത ഷോ കണ്ടപ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല, ആൾക്കാർക്ക് അത് പ്രശ്നമേ ഇല്ലാന്ന്. അങ്ങനെ ആൾക്കാരിൽ അത് മാറ്റുകയുണ്ടായി. അത് വീണ്ടും ഈ ഒരു വേർഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഒരു നല്ല ക്വാളിറ്റിയുള്ള നെഗറ്റീവ് നമുക്ക് കിട്ടാത്തത് കൊണ്ട് അത് സാധിച്ചില്ല. അല്ലെങ്കിൽ അതൊരു സർപ്രൈസ് ആയിട്ട് ഇതിലേക്ക് വന്നേനെ ഈ സിനിമയിലേക്ക്. സ്ക്രിപ്റ്റിലുള്ളത് തന്നെയാണ്. പക്ഷേ അവർക്ക് ഇമ്പ്രവൈസ് ചെയ്യും. ഇവരൊക്കെ ഭയങ്കര നന്നായിട്ട് അതിനെ കൂടുതൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്യുന്നതിൽ നമ്മളോട് പറയും ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ ഇതൊക്കെ ചോദിച്ചിട്ട് അവർ നന്നാക്കാൻ എല്ലാവരും അവർക്ക് കിട്ടുന്ന ഓരോ ഡയലോഗ്സിനെയും എത്രമാത്രം അത് എന്താണ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുന്നതിൽ അവരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും ഉണ്ടാവും. അതിനെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ സിനിമയിൽ വലിയൊരു പ്രത്യേകത തന്നെ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസ് ആണ്. ആരാണ് ആ കുട്ടി എന്നുള്ളതാണ്. അപ്പം ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ പഴയ സിനിമയുടെ ആ മോഡിൽ തന്നെ ചെയ്യാൻ ഇപ്പോൾ എയുടെ സഹായമുണ്ട്. ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിനൊരു അവസാനം അതൊന്ന് മാറി ഇപ്പം പുതുതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ടും ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ആ പൂച്ച പിടിച്ചിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വിരലിലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ സിനിമയിൽ തന്നെ 2 പേരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മയൂരിയിലും രസിക എന്ന് പറയുന്നത് അവരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ്. അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത്.
ഇല്ല, അതിന് ക്വാളിറ്റി ഇല്ല. നമ്മൾ ഒരുപാട് അന്വേഷിച്ചു, നമുക്ക് കിട്ടിയതിനകത്ത് നെഗറ്റീവൊക്കെ വളരെ ഡാമേജ്ഡ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ കൊണ്ടുവന്നില്ല. കാരണം ലാലുള്ള ഒരു സീൻ വീണ്ടും വരിക എന്ന് പറയുന്നത് വളരെ ഒരു ആൾക്കാർക്ക് കാണാൻ താല്പര്യമുള്ളതാണ്. ഒരു 27 വർഷത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഇന്നും ഒരുപക്ഷെ അതിനുശേഷം ജനിച്ച തലമുറകളും ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ ക്യാമ്പസിൽ പോയി കിട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവർ അവർ 27 വയസ്സിലകത്ത് പ്രായം കുറഞ്ഞാണല്ലോ, 20ഉം 22ഉം അല്ലെങ്കിൽ 17ഉം 18ഉം വയസ്സുള്ള കുട്ടികളാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അവർ ഈ സിനിമ എത്രമാത്രം മറ്റ് യൂട്യൂബിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരിലെല്ലാം ക്യൂരിയോസിറ്റി നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ റീ റിലീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ കാര്യം. ഇതിൻ്റെ അകത്ത് ആദ്യത്തെ 2-3 പാട്ടുകൾ നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിരുന്നു. 2 പാട്ടുകൾ ലൊക്കേഷനിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ക്രിപ്റ്റ് എഴുതി വന്നപ്പോൾ ഉണ്ടായ സിറ്റുവേഷനാണ്. ഒന്ന് മറ്റേ കൺഫ്യൂഷൻ തീർക്കണ പാട്ടും, ഒന്ന് സബ്രൈൻ ബദ്രൈൻ എന്നുള്ള പാട്ടും ക്ലൈമാക്സിൽ വരുന്നത്. ഇത് രണ്ടും ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായി വന്ന സിറ്റുവേഷൻസാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഷൂട്ടിംഗ് നടക്കുന്നിടത്ത് നിന്ന് ചെന്നൈയിലേക്ക് വിദ്യാസാഗറിനെ വിളിച്ച സിറ്റുവേഷൻസ് പറയുകയും ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ടേക്ക് അയക്കുകയും അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് നമ്മളെ ഫോണിൽ കേൾപ്പിച്ചിട്ട് നമ്മൾ ഓക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അത് എഴുതി റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കൺഫ്യൂഷൻ തീർക്കണമെന്ന പാട്ടിനെ പറ്റി പറയുന്നത് എന്ത് എഴുതുമെന്നുള്ളൊരു കൺഫ്യൂഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വിദ്യാസാഗർ പറഞ്ഞു, എന്നാൽ പിന്നെ അത് അവിടെ നിന്ന് തന്നെ തുടങ്ങാം, കൺഫ്യൂഷൻ തന്നെ ആയിക്കോട്ടെ എന്നൊരു തുടക്കം. അങ്ങനെയാണ് കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറയുന്ന പാട്ടിൽ ആ വരി വെച്ച് തുടങ്ങുന്നത്. ഒപ്പം അഭിനയിച്ചവരെല്ലാം ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവരെത്രത്തോളം മഞ്ജു ചേച്ചിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു ടൈമിൽ? കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് മനസ്സിലാക്കാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയുള്ളൊരു ഭയങ്കര അറിഞ്ഞ് ആലോചിച്ച് അങ്ങനെ അഭിനയിക്കുന്ന അന്നും ഇന്നും അങ്ങനെയാണ്, ഭയങ്കരമായിട്ട് അറിഞ്ഞ് ആലോചിച്ച് അഭിനയിക്കുകയാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷെ അന്ന് അത്രയും പോലും എനിക്ക് ശ്രദ്ധയുണ്ടായിരുന്നില്ല എന്ന് വേണം എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അറിഞ്ഞോ അറിയാതെയോ തീർച്ചയായിട്ടും നമുക്ക് ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുന്ന ആളുടെ ഒരു എക്സ്പ്രഷൻ നമ്മൾ അറിയാതെ റിയാക്ട് ചെയ്തു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ അത് മാത്രമല്ല, ഞാൻ അഭിനയിച്ചൊരു സിനിമ ഇരുന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് വലിയൊരു ചമ്മലുള്ള കാര്യമാണ്. അപ്പം അത് കാരണം ഞാനങ്ങനെ എൻ്റെ ഒരു സിനിമ റീ റിലീസ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാറൊന്നുമില്ല.